നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽ കാട്ടുകഴുത എന്ന ജീവിയെയാണ്. പുല്ലുള്ളിടത്ത് കാട്ടുകഴുത ചിനയ്ക്കുമോ? യോബിൻ്റെ പുസ്തകത്തിലെ ഒരു വാചകമാണ്. കാട്ടുകഴുതയെക്കുറിച്ച് 10 പരാമർശങ്ങളാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. അതിൽ 4 ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ കവിത തുളുമ്പുന്ന സംഭാഷണങ്ങളിലെ പ്രതീകാത്മകമായ പ്രസ്താവനകളാണ്. പൊണ്ണനായവൻ ബുദ്ധി പ്രാപിക്കണമെങ്കിൽ കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കണമെന്നാണ് ഇയ്യോബിൻ്റെ സ്നേഹിതനായ സോഫർ പരിഹസിക്കുന്നത്. ഇര തേടുന്ന മരുഭൂമിയിലെ കാട്ടുകഴുതകളെക്കുറിച്ചും സ്വതന്ത്രമായി നടക്കുന്ന കാട്ടുകഴുതയെക്കുറിച്ചും പരാമർശമുണ്ട്. കാട്ടുകഴുതകൾ മലകളിലെ ഉറവുകളിൽ നിന്നും ദാഹം തീർക്കുന്നുവെന്നും അവ മരുഭൂമിയിൽ ശീലിച്ച് അതിമോഹം പൂണ്ട് ആരാലും തടുക്കാനാവാത്ത നടക്കുന്നുവെന്നും വരൾച്ചയുടെ കെടുതി അനുഭവിച്ചുകൊണ്ട് മൊട്ടക്കുന്നിന്മേൽ ഉഴലുന്നുവെന്നും വിശുദ്ധ ബൈബിളിൽ പറയുന്നു. ഇരമ്യാവിൻ്റെ ലേഖനത്തിലാണത് ചൂണ്ടിക്കാണിക്കുന്നത്. കാട്ടുകഴുതകൾ മലകളിലെ ഉറവുകളിൽ നിന്ന് ദാഹം തീർക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ സങ്കീർത്തനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാട്ടുകഴുതയുടെ ആവാസ വ്യവസ്ഥ ഊഷരഭൂമികളാണ്. അവ തനിച്ച് നടക്കുന്ന പ്രകൃതമാണ് അവയ്ക്കുള്ളത്. അത് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. കാട്ടുകഴുതയെ സൂചിപ്പിക്കുന്ന എബ്രായ പദം ആരോത്ത് എന്നാണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ വൈൽഡ് ആസ് എന്നാണ്. അവ സാധാരണ കഴുതകളെക്കാൾ വലിപ്പമുള്ളവയും വേഗതയുള്ളവയും മെരുങ്ങാത്തവയും പരാക്രമികളുമാണ്. ആഹാറിൻ്റെ മകനായ ഇസ്മായേലിനെ കുറിച്ച് പറയുന്നത് അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യൻ ആയിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ആയിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജസ്ഥാനം നഷ്ടപ്പെട്ട പ്രബലനായ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറിൻ്റെ പരിതാപകരമായ അവസ്ഥ വിവരിക്കുന്നത് അവൻ്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടിയായിരുന്നു. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ രചിക്കപ്പെട്ട കാലത്ത് കാട്ടുകഴുത വളരെ സുലഭമായിരുന്നു. കാലക്രമേണ ഇസ്രായേലിൽ നിന്നും പടിഞ്ഞാറൻ ഏഷ്യൻ പ്രദേശങ്ങളിൽ നിന്നും തന്നെ കാട്ടുകഴുത അപ്രത്യക്ഷമായി. ഇന്ന് മധ്യ ഏഷ്യൻ ഭാഗങ്ങളിലും ആഫ്രിക്കൻ മരുപ്രദേശങ്ങളിലുമാണ് കാട്ടുകഴുതയുള്ളത്. ഇത് കാട്ടുകഴുത എന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.